വെൽക്കം ബാക്ക് നേച്ചർ ഡ്രോപ്സ്. നേച്ചർ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആയ കാരപ്പാറ തൂക്കുപാലമാണ്. നെല്ലിയമ്പതിയിലെ കാരപ്പാറ എസ്റ്റേറ്റിലാണ് ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കാരപ്പാറ എസ്റ്റേറ്റിൽ ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള 2 പേരുണ്ട്. ആദ്യം അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയ ശേഷം ആഹാരമൊക്കെ കഴിച്ച ശേഷമാണ് ഞങ്ങൾ തൂക്കുപാലം കാണാനായിട്ട് പോകുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ചിക്കനും വേറെ ചില ആഹാരങ്ങളൊക്കെയാണ് അവർ ഒരുക്കി വെച്ചിരുന്നത് കേട്ടോ. അതൊക്കെ காரப்பாறை பஸ் போகிறது இல்லை இல்லைங்க, அது லாஸ்ட்டு. இந்த பக்கம் கரடியும் காரப்பாறையும் மாத்திரம், அந்த பக்கம் விக்டோரியா, பின்ன என்னது மாயாமுடி, பின்ன பகுதிப்பாலம், போத்துமலை எல்லாம் இருக்கு. இல்லை சரி சரி பிள்ளைங்க கூட்டு வந்துருக்காங்க. ரோடு பயங்கர ரசாக இருக்கும். அது 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 இன்னைக்கெல்லாம் ஓடும், நாளைக்கெல்லாம் சல்லு சல்லு வருவாங்க. தண்ணி அடிச்சு மப்பில் தோணாது. வண்டி வருது. ഈ ചേട്ടനാണ് ഞങ്ങൾക്ക് പരിചയമുള്ള ആളെന്ന് പറഞ്ഞത്. ഈ ചേട്ടൻ്റെ വൈഫ് എൻ്റെ ക്ലാസ്മേറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ ഞങ്ങൾക്ക് വഴി കാണിക്കാനായിട്ട് നൂറുടി പാലത്ത് വന്ന് നിന്നതാണ്. അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ നിറച്ചും കാപ്പിത്തോട്ടങ്ങളും കാണാൻ തന്നെ നല്ല രസമുണ്ട്. നല്ല തണുപ്പുമുണ്ട്. എ സിയിലെ തണുപ്പ് പോലെ നല്ല തണുപ്പാണ് ഇവിടെ. 2 ഭാഗത്തും റോഡിൻ്റെ 2 ഭാഗത്തും നല്ല കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ കുറേ ദൂരം ഒരു 6 കിലോമീറ്ററാണ്, നൂറുടി പാലത്ത് നിന്ന് 6 കിലോമീറ്ററാണ് നമ്മൾ ഈ എസ്റ്റേറ്റ് കാരപ്പാറ എസ്റ്റേറ്റിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഈ ചേട്ടൻ ഞങ്ങൾക്ക് മുമ്പേ വണ്ടിയെടുത്ത് ഞങ്ങൾക്ക് വഴി കാണിച്ചുകൊണ്ട് മുമ്പേ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ചേട്ടൻ്റെ വീട്. ഇത് കരടി എസ്റ്റേറ്റാണ്. അപ്പോൾ ഈ ഭാഗത്താണ് ഈ ചേട്ടൻ്റെ വീട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കാരപ്പാറ എസ്റ്റേറ്റിലേക്ക് പോകേണ്ടത്. ആദ്യം നമ്മൾ ഈ ചേട്ടൻ്റെ വീട്ടിൽ പോയി ആഹാരമൊക്കെ കഴിച്ച ശേഷമാണ് നമ്മൾ പാലം കാണാനായിട്ട് പോകുന്നത്. ഇവിടെയാണ് കേട്ടോ. ഇവിടെ അധികം വീടുകളൊന്നുമില്ല. ഈ ഭാഗത്താണ്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്, ചെറിയൊരു ബസ് സ്റ്റോപ്പാണ്. ലാസ്റ്റ് ബസ് വന്ന് നിൽക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഈ അമ്പലത്തിലെ ദൈവം നല്ല ശക്തിയുള്ള ദൈവമാണെന്നൊക്കെ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം തന്നെ ഞങ്ങൾ ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ച് അമ്പലത്തിൽ തൊഴുതിട്ട് മെല്ലെ വീട്ടിലേക്ക് കയറി. ഇതിൻ്റെ മുമ്പ് തന്നെയാണ് ചേട്ടൻ്റെ വീട്. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ചേട്ടൻ്റെയും എൻ്റെ ക്ലാസ്മേറ്റിൻ്റെയും വീട്. അപ്പം നമുക്ക് ഈ വീടിനകത്തൊന്ന് പോയി നോക്കിയാലോ. ഇതാണ് ഇവരുടെ വീട്. ഇവർക്ക് എസ്റ്റേറ്റിലെ പണിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ വീടാണെങ്കിലും ഒരു ബെഡ്റൂമും ചെറിയൊരു ഹാളും ടി വി ഫ്രിഡ്ജ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ലെങ്കിലും എല്ലാം ഉണ്ട് ഇവിടെ. ഇതാണ് ചെറിയൊരു ബെഡ്റൂം. നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ കട്ടിലും ടി വിയും അത്യാവശ്യം ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു വലിയൊരു ഹാളാണ്. ചെറുതാണെങ്കിലും നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് അടുക്കള ഒന്ന് കാണാം. ഇതാണ് അടുക്കള. ഇവിടെ ഡ്രമ്മിൽ വെള്ളമൊക്കെ പിടിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതാ നമുക്ക് വേണ്ടി ചിക്കൻ കറി, ചോറ്, രസം, സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ചെറിയൊരു അടുക്കളയാണ്. വിറകിലാണ് ഇവർ കത്തിക്കുന്നത് കേട്ടോ. ഇതാ വിറകൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതാ വിറകടുപ്പും പാത്രങ്ങളും. അങ്ങനെ നമ്മൾ ഈ ചിക്കൻ കറിയും ഇതൊക്കെ കഴിച്ച ശേഷമാണ് നമ്മൾ തൂക്കുപാലം കാണാനായിട്ട് പോകുന്നത്. അതിനിടയിൽ കുറച്ച് കിളികളൊക്കെ ഇവരുടെ മുറ്റത്ത് കുറച്ച് മിച്ചർ വെച്ച കാരണം ഒരുപാട് കിളികൾ വന്ന് അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഒരു 10-100 കിളികളുണ്ടാവും. ഈ കിളികൾ എപ്പോഴും ഇവിടെ വരുന്നു എന്നാണ് പറയുന്നത്. കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ആഹാരമൊക്കെ കഴിച്ച ശേഷം തൂക്കുപാലം കാണാനായിട്ട് അങ്ങനെ പുറത്തിറങ്ങി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്.
അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവരും ഞങ്ങളുമായിട്ട് ഞങ്ങളെല്ലാവരും 4 പേരും കൂടി തൂക്കുപാലം കാണാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ നമുക്ക് തൂക്കുപാലം ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻസും കൊടുക്കാൻ മറക്കരുത്. തൂക്കുപാലം കാണുന്നതിനേക്കാളും ഈ കാപ്പിത്തോട്ടങ്ങളാണ് അതിമനോഹരമായിട്ടുള്ളത് കേട്ടോ. നല്ല പച്ച നിറത്തിലുള്ള നിറയെ കായ്കളാണ് ഇതിൽ കായ്ച്ചു നിൽക്കുന്നത്. நல்ல வேனக்காலத்துல ஆனை வாசல்ல வரும்ல அப்படியா? ஆனை போத்து மானு சாயங்காலம் நேரம் இருந்தா வச்சுக்கோ. நீ இங்க இருந்துட்டு சாயங்காலம் நேரம் நம்ம ராணி அக்கா வீட்டுக்கு போனோம்னு எத்தனை மானு பார்க்கணும். வெள்ளச்சாட்டத்துக்கு தனிச்சாட்டுக்கு வெள்ள சொல்றாங்களே, இதில் போய் ஒரு 1/2 கிலோமீட்டர் 3/4 போகணும். இங்கேயும் இருக்குது, மேலே ஒரு டிவிஷனாக இருக்குது.
இறங்குமா இறங்கு போ போலாம். இது நாங்க பாப்பா வந்து அடிக்கடி வர்ற இடம். வேற எங்க போறோம்? டைம் பார்க்கல. அடுத்தீங்க வரீங்க. இதுதான் இந்த பசங்க ஊர் சக்கல் அப்படிங்களா? சொல்லி சொல்லி கேட்காம இங்கே குடிச்சாங்க. தண்ணி இழுத்துட்டு போயிடுச்சு. தண்ணி கொண்டு போய் கீழே பள்ளத்தில் ஒரு 3/4 கிலோமீட்டர் கொண்டு போய் ஒரு சுருளில் மாட்டிட்டாங்க. செத்துட்டாங்க. மீன் பாதி தின்றுச்சு. மீன் பார்த்தேன். சேர்ந்து நிற்கிறான். சேர்ந்து நிற்கிறான். தூக்கம் எடுக்க விடா. எடுத்துட்டேன். எடுத்துட்டியா? இல்ல தொங்கும் போட்டோ எடுத்துக்கிறதுக்கு. பண்ணி